നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ കൃഷ്ണൻ, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പാമ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പം ചൂടുകാലമാണ്, നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്. നമ്മളെ വീടിൻ്റെ അകത്തായിട്ട് പലരും പാമ്പ് കടി കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഫസ്റ്റ് എയ്ഡുകൾ ചെയ്യണം എന്നുള്ള എല്ലാ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആദ്യമായിട്ട് പാമ്പ് കടിക്ക് ഏൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബാധിക്കുന്ന ഒരു വിഷയമാണ് പേടി എന്നുള്ളത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, പാമ്പ് നമ്മളെ ഇന്ത്യയിൽ തന്നെ അല്ല കേരളത്തിൽ നമ്മൾ 350ഓളം സ്പീഷീസ് പാമ്പുകൾ ഉണ്ടെങ്കിലും അതിൽ 65ഓളം സ്പീഷീസ് മാത്രമേ, അതായത് പോയ്സൺ ഉള്ളത് അതല്ലെങ്കിൽ വിഷമുള്ള പാമ്പുള്ളൂ. അതിൽ തന്നെ വെറും 20 തരം സ്നേക്കുകൾ മാത്രമേ എന്താവുള്ളൂ നമുക്ക് പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് കാര്യമായിട്ടുള്ള ദോഷം സംഭവിക്കുകയുള്ളൂ. അപ്പം നമ്മളതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പാമ്പ് കടിയേറ്റ ആളെ ഏറ്റവും നമ്മൾ ആദ്യം സമാധാനിപ്പിക്കുക എന്നുള്ളതാണ്. പേടിക്കരുത്. കാരണം ചിലപ്പം വിഷമില്ലാത്ത പാമ്പായിരിക്കും, അഥവാ ചിലപ്പം പഠിച്ച പാമ്പ് ഡ്രൈ ബൈറ്റ് എന്നൊക്കെ പറയും. അത് പാമ്പ് വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ വിഷം ഇഞ്ചക്ട് ചെയ്യണം നിർബന്ധമില്ല, അപ്പോൾ ഡ്രൈ ബൈറ്റ് ആവാം. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഒരു വിഷം ശരീരത്തിനകത്തേക്ക് കടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരാദ്യം സമാധാനിപ്പിക്കുക. അതിനുശേഷം കടിച്ച ഭാഗം അനക്കാതെ ഇരിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അനക്കി കഴിഞ്ഞാലും അതുപോലെ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ അതിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും വിഷം പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നമ്മൾ അനക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പേടിക്കാതിരിക്കുക. നല്ല വേണമെങ്കിൽ നമുക്ക് വെറും പ്ലെയിൻ വെള്ളം കൊണ്ട് അതായത് വേറെ സോപ്പോ ആൻറ്റിസെപ്റ്റിക് ലോഷനോ വേറെ ഒന്നും ഇല്ലാതെ, ഓയിൽമെൻ്റ് ഒന്നും ഇല്ലാതെ വെള്ളം കൊണ്ട് വേണം കഴുകാം. പിന്നെ ടൈറ്റ് ആയിട്ടുള്ള ബാൻഡേജിങ് ഒന്നും പറ്റില്ല. ടൈറ്റ് ആയിട്ടുള്ള ബാൻഡേജിങ് ചെയ്ത് കഴിഞ്ഞാൽ, എസ്പെഷ്യലി നമ്മളെ അണലി പോലെയുള്ള വിഷങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ ആ വിഷം അവിടെ തങ്ങി നിൽക്കുന്നതിനും ആ സ്പാട്ടിൽ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതിനും അവിടുത്തെ കോശങ്ങൾ നശിക്കുന്നതിനും ചിലപ്പോൾ ആ ഭാഗം മുറിച്ച് മാറ്റുന്നതിലേക്ക് തന്നെ എന്ന അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങളെത്തും. അതുകൊണ്ട് നമ്മൾ ടൈറ്റായിട്ട് ഒന്ന് ബാൻഡേജ് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ഈ രോഗീനെ നമ്മൾ ഒരു എന്താ പറയുന്നത്, നമ്മൾ കിടത്തുന്നതായിരിക്കും ഐഡിയലി നല്ലത്. കിടത്തിയിട്ട് നമ്മൾ ഹാർട്ട് ലെവലിൽ നിന്ന് ഈ കടിച്ച ഭാഗം ഒരിത്തിരി താഴെയായിട്ട് സൂക്ഷിക്കുക. വല്ലാതെ ഹാങ് ചെയ്ത് ഇടാതിരിക്കുക. സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ കിടത്തി കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസ് വിളിച്ചോ അല്ലെങ്കിൽ നമ്മൾ കാറിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആൻറ്റിവേനം ഉള്ള ഹോസ്പിറ്റലിൽ ഉണ്ടാവും. എല്ലാ ഹോസ്പിറ്റലിലും ആൻറ്റിവേനം ഉണ്ടായിരിക്കില്ല. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് 4 സ്നേക്സ് ആണ്, പാമ്പുകളാണ് ഉള്ളത്. ഒന്ന് നമ്മൾ അണലി, പിന്നെ നമ്മളെ അണലി തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അത് കൂടാതെ ചേനത്തണ്ട എന്ന് പറഞ്ഞ ചുരുട്ടുവണ്ടിയിൽ 2 ടൈപ്പ് അണലിയാണുള്ളത്. അതിനുശേഷം മൂർക്കനുണ്ട്, പിന്നെ നമ്മളെ വെള്ളിക്കെട്ടൻ എന്നുള്ളത്. ഇതിൽ വെള്ളിക്കെട്ടനും അതുപോലെ തന്നെ നമ്മളെ കോബ്ര എന്ന് പറഞ്ഞ മൂർക്കനും അതിന് നമ്മളെ ഞരമ്പുകളെയാണ് ബാധിക്കുക, നെർവ്സിനെയാണ് ബാധിക്കുക. അതേപോലെ നമ്മളെ വൈപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ അണലി ആണെങ്കിൽ നമ്മളെ ബ്ലഡിനെയാണ് ബാധിക്കുക, രക്തത്തിനെയാണ് ബാധിക്കുക. അപ്പോൾ ഇതിനെല്ലാം കൂടെ മറുമരുന്നായിട്ടുള്ള ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത് ഈ വിനം എല്ലാം ഒരു ഹോഴ്സിൽ ഇഞ്ചക്ട് ചെയ്ത് അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആൻറ്റിബോഡിയാണ് ആൻറ്റിവെനായിട്ട് അല്ലെങ്കിൽ മറുമരുന്നായി ഉപയോഗിക്കുക. അപ്പം നമുക്ക് ഏത് പാമ്പാണ് കടിച്ചതെന്ന് അറിയേണ്ട ആവശ്യമില്ല. അവരെ പാമ്പ് കടിച്ചതിന് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പം ഈ പാമ്പിനെ പറ്റി എന്തെങ്കിലും നമുക്ക് അറിയുന്നെങ്കിൽ ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ചിലപ്പോൾ മാനേജ്മെന്റ് ഈസി ആയിരിക്കും. അല്ലാതെ നമ്മൾ കടിച്ച പാമ്പിന്റെ പിറകെ പോയിട്ട് വീണ്ടും കടിയൊന്നും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആന്റിവെനം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയുമാണ് നമ്മൾ പ്രത്യേകം ഈ പാമ്പ് കടി എന്നുള്ള കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.